നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ ഇപ്പോൾ മാലിദ്വീപിന്റെ ഭരണകൂടത്തെ കടന്നാക്രമിച്ചിരിക്കുകയാണ് അവിടുത്തെ പ്രതിപക്ഷം. മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു രാജിവെക്കണം എന്ന വലിയ ഒരു ആവശ്യം തന്നെയാണ് മാലിദ്വീപിൽ എങ്ങും ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ഈ മുഹമ്മദ് മുയ്സു അധികാരത്തിൽ നിന്നും പടിയിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ MP ആയ അലി അസീം ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീറിനോട് പാർലമെന്റ് വിശദീകരണം തേടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ MP ആയ മീഖേൽ നസീം ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ MDP സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി മാലിദ്വീപിൽ നിന്നും കേൾക്കുന്നുണ്ട്. അടിയന്തര ഘട്ടത്തിൽ വൈദ്യസഹായം ഉൾപ്പെടെ മാലിദ്വീപിന് നൽകി പോരുന്നത് ഇന്ത്യയായിരുന്നു. ഇത്തരത്തിൽ വളരെ വർഷങ്ങളായി ദൃഢമായി തുടരുന്ന ബന്ധത്തിനാണ് ഈ മോദിക്കെതിരായ പരാമർശത്തിലൂടെ കോട്ടം തട്ടിയിരിക്കുന്നതെന്നാണ് MDP നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ മറിയ അഹമ്മദ് ദീദി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ മാലിദ്വീപിലേക്കുള്ള സന്ദർശനം ബഹിഷ്കരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും രാജ്യത്തിന്റെ ടൂറിസം മേഖലയും അതുവഴി സമ്പദ് വ്യവസ്ഥയും കാര്യമായി തന്നെ പരിക്കേൽപ്പിക്കുമെന്ന ആശങ്ക കൂടി മാലിദ്വീപിലെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അധികാരത്തിലേറി ആഴ്ചകൾക്കുള്ളിൽ തന്നെ പുറത്തു പോകാനാണോ മാലിദ്വീപ് പ്രസിഡന്റിന്റെ വിധി എന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.